ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സാൻറ്റേനെ കാണാൻ പോവുക കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന ഈ സാൻറ്റ അല്ല, നമ്മൾ റിയൽ ആയിട്ടുള്ള സാൻറ്റയെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ സാന്റാക്ലോസ് വരുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ ആ സാന്റാക്ലോസിനെ കാണാനുള്ള ത്രില്ലിൽ ഞാനും ഋഷിക്കുട്ടനും കൂടി താഴേക്ക് പോവുക കേട്ടോ. അങ്ങനെ താഴെ പോകുന്ന വഴിയാണ് അവൻ മുരളിയുടെ ഒരു ഫ്രീസർ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അവനൊരു ലസ്സി വാങ്ങിക്കൊടുക്കാനുള്ള ചെറിയൊരു വാശിയൊക്കെ കാണിച്ചു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നല്ല കളർഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ്. ഒത്തിരി സ്റ്റാർസൊക്കെ ഉണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പുൽക്കൂടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വൈകിട്ട് അല്ലെങ്കിൽ സന്ധ്യയ്ക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റൊക്കെയാണ്. ഇതിപ്പോൾ ഇത് കാണുന്ന അമ്മയാണ് കേട്ടോ. അമ്മയും അമ്മയുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ വിശേഷം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അമ്മ മിക്കവാറും ദിവസങ്ങളിൽ ഇറങ്ങും. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഓഫീസിൽ പോയിട്ട് വന്ന് ആ ഒരു ക്ഷീണത്തിലൊക്കെ ഇറങ്ങാൻ മടിച്ചങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ സാന്റാക്ലോസ് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് വലിയൊരു സാന്റാക്ലോസ്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാന്റേനായിരുന്നു. പക്ഷേ ഇതൊരു കുട്ടി സാന്റ കേട്ടോ, ഒരു കൊച്ചു പയ്യനാണേ. അങ്ങനെ നമ്മുടെ സാന്റയെ കണ്ട് പിള്ളേരൊക്കെ അന്തം വിട്ട് സന്തോഷിച്ചിരിക്കുക കേട്ടോ. അവർ കൈയൊക്കെ കൊടുത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോഴേ അവിടെ പാട്ടും ബഹളമൊക്കെ തുടങ്ങി. സാന്റ അങ്ങനെ കളിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ സാന്റ കളിച്ചു തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ആൾ കാണുന്ന കൂട്ടൊന്നുമല്ല, നല്ല അടിപൊളി എനർജിയോട് കൂടി കേട്ടോ ആൾ കളിക്കുന്നത്. നല്ല രസമായിരുന്നു അവൻ്റെ ഡാൻസ് കണ്ടിരിക്കാനായിട്ട്. സാന്റയുടെ ഡാൻസ് പോലെ തന്നെ അവരുടെ പാട്ടും വളരെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ നിന്നുള്ള ഏകദേശം ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു. ആ സാന്റയുടെ ഡാൻസിൻ്റെ ഒരു എനർജിയും ആ പാട്ടിൻ്റെ ഒരു ഭംഗിയും എല്ലാം കൂടെ കൂടിച്ചേർന്ന് നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എത്തിയെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി സാന്റയുടെ പെർഫോമൻസൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അവരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. അപ്പോൾ വന്നവരെല്ലാവരും തിരിച്ചു പോയി. ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയായി. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കുറച്ച് നേരം ഒന്ന് കത്തി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മമാരൊക്കെ പോയപ്പോൾ അവരുടെ സീറ്റൊക്കെ ഞങ്ങളുടേതായ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ പാടി ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും സഭ പിരിഞ്ഞു. അങ്ങനെ നമ്മുടെ ഋഷിക്കുട്ടന് പ്രോമിസ് ചെയ്തതുപോലെ മുരളിയുടെ യൂണിറ്റിൽ നിന്ന് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ലസ്സിയും ജാനിക്കുട്ടിക്ക് ഒരു സ്ട്രോബെറിയുടെ ലസ്സിയും ഒക്കെ വാങ്ങിക്കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരം കേട്ടോ നമ്മുടെ ഈ ഫ്ലാറ്റിൽ ഈ ഒരു ഐറ്റം. കാരണം നമുക്ക് പാലോ തൈരോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തീർന്നാൽ ഇതുപോലെ നമ്മളതിൽ ആ സ്ക്രീനിൽ കാണുന്ന എന്താണോ വേണ്ടത് അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ GPay ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐറ്റം എന്താണോ വേണ്ടത് അത് ഇതുപോലെ വന്ന് കളക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് ആ ഔട്ട്ലെറ്റിലേക്ക് വരും. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത് പിള്ളേർക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാന്റയെ കണ്ട സന്തോഷവും ഫ്രണ്ട്സിനെ കണ്ട സന്തോഷവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈവനിങ് അടിച്ചു പൊളിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.